ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രിപ്റ്റോ ടാബ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. അപ്പോൾ ഇത് ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻ ചെയ്തെടുത്തത് 3275 ബിറ്റ് കോയിൻ്റെ സതോഷീസാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് $1 $1.16 ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. ഒരു $1 വില 75 ആണെങ്കിലും 85 ആണെങ്കിലും നമുക്ക് ലാഭം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രൗസറിൻ്റെ വില പ്ലേ സ്റ്റോറിൽ വെറും 55 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മൈൻ ചെയ്യാം. നിങ്ങൾക്കൊരു $10 ആണ് മൈൻ ചെയ്തിട്ട് വിഡ്രോ എടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ വെറും 55 രൂപ, അതായത് കനേഡിയൻ ഡോളർ വെറും 55 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കനേഡിയൻ ഡോളർ 55, അപ്പോൾ നിങ്ങൾക്ക് $85 മൈനിങ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അതിൽ കൂടുതൽ മൈൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ഡോളർ വേണമെങ്കിലും മൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പം നമ്മുടെ ക്രിപ്റ്റോ കറൻസി. നിങ്ങളപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മളെ റഫറിൽ കയറിയ ആൾക്കാരാണ് 34 ആൾക്കാർ, 15 ആൾക്കാർ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഫസ്റ്റ് ലെവലിൽ ഞാൻ കടന്നിട്ടുണ്ട്, സെക്കൻഡ് ലെവലിൽ കടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് കയറിയാൽ നിങ്ങൾക്ക് ഈ മൈനിങ് ബേസിലേക്ക് ആഡ് ആവും. എങ്ങനെയാണ് ഈ ഡാഷ്ബോർഡ് കാണിക്കാമെന്ന് കാണിച്ചു തരാം. നിങ്ങളെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഇതിപ്പം ഞാൻ ബിറ്റ് കോയിൻ ഇത് വിഡ്രോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. എല്ലാം കാണിച്ചു തരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാണിച്ചു തരാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറകിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡാഷ്ബോർഡുകളൊക്കെ കാണണമെങ്കിൽ ഏകദേശം ഞാനിവിടെ എന്തെങ്കിലും അടിക്കുകയാണ്. ഇതിലൊരു ഡോഗി മൈനർ പ്രസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഫുള്ള് ക്രിപ്റ്റോ ടാബിൽ ഒന്നും കാണിക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ എന്താ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടണുണ്ട്. ഈ സെർച്ചിൻ്റെയും കൂട്ടണത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏരോൻ്റെയൊക്കെ ചിഹ്നത്തിന് അവിടെ സി എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിപ്റ്റോ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇവിടെ മെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ കാണിക്കാത്തത്. അങ്ങനെ മെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കും സ്റ്റാർട്ട് മൈനിങ് കൊടുക്കാൻ പറ്റും. ഇവിടെ എനേബിൾ മൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്ച ചോദിക്കും. ആ ക്യാപ്ച നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മൈനിങ് സ്റ്റാർട്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ആ ക്യാപ്ച ഫില്ല് ചെയ്യുന്നില്ല, അതാണ് മൈനിങ് സ്റ്റാർട്ടാവാത്തത്. പിന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 34 റഫറിൽ 15 റഫറിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാര്യം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ BTC എന്ന് പറഞ്ഞൊരു കൊടുക്കുക. അപ്പോൾ വിഡ്രോ BTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ എൻ്റെ 2339 BTC ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര BTC ഞാനിവിടെ ഇതിൽ പേയ്മെൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വേറെ ക്രിപ്റ്റോ ബ്രൗസറാണ്, ഇത് കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് 1000 സതോഷീസ് ഞാൻ ഇതിനു മുമ്പ് വിഡ്രോ എടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഓൺ ദ വേ ആണ്, പേയ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സ്ലോ ആയിരിക്കും ക്രിപ്റ്റോ ടാബ്, കാരണം നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്തായാലും കിട്ടും, പക്ഷേ പേയ്മെൻറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റഫറൽ കോപ്പി ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റഫറൽ കയറുന്ന ആൾക്കും മൈനിങ് സ്പീഡ് കൂടും, നിങ്ങൾക്കും മൈനിങ് സ്പീഡ് കൂടും. അപ്പോൾ ക്രിപ്റ്റോ ടാബൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാം ഫുള്ള് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ഡാഷ്ബോർഡിൽ എങ്ങനെ വിഡ്രോ അടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് കോയിൻ ബേസ് ആണ്. കോയിൻ ബേസ് വിഡ്രോ അടിച്ചതിന് ശേഷം ഇതിൽ വിഡ്രോ ഇതിൽ ഡു നോട്ട് ഹാവ് ഇനോങ് BTC എന്ന് പറയുന്നുണ്ട്. കാരണം എന്നാൽ 0.0001 BTC എങ്കിലും മിനിമം വേണം. അപ്പോൾ അത്രയും BTC എന്ന് പറഞ്ഞാൽ ഞാൻ 2339 BTC ഇപ്പോൾ വിഡ്രോ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് വിഡ്രോ കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളെ കോയിൻ ബേസിലെ റിസീവിംഗ് അഡ്രസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് ഇതാ 0.00001 BTC എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വിഡ്രോ അടിച്ചാൽ വിഡ്രോ ഇതേപോലെ കൺഫേം ആവും. പിന്നെ ഒരു 5 ദിവസം ഇല്ലെങ്കിൽ 7 ദിവസം കൊണ്ടോ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ആ ബിറ്റ് കോയിൻ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും.
അപ്പോൾ ബിറ്റ്കോയിൻ്റെ സതോഷീസ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, കോയിൻ ബേസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. 55 രൂപ പ്ലേ സ്റ്റോറിൽ ചിലവാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പൈസ ബാങ്ക് അക്കൗണ്ട് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ റീചാർജ് ചെയ്യുക നമ്മളെ ഇതിൽ, നിങ്ങളെ നെറ്റ്വർക്കിൽ. എന്നിട്ട് ആ റീചാർജ് ഉപയോഗിച്ചിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ താങ്ക് യു. ചിലവർക്ക് മറ്റേ ഗിഫ്റ്റ് കാർഡൊക്കെ ഉണ്ടാകും ഗൂഗിളിൻ്റെ 55 രൂപയുടെ, അതൊക്കെ ഉപയോഗിച്ചിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ താങ്ക് യു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ക്രിപ്റ്റോ ടാബിൻ്റെ ലിങ്ക് ഇടാം. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് തന്നെ കയറാൻ നോക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ സ്വന്തമായിട്ട് ഒരു 55 രൂപ ചിലവാക്കി എന്ന് വെച്ചിട്ട് അതൊരു പ്രശ്നമല്ല. അതുപോലെ ബിറ്റ്കോയിൻ ഇപ്പോൾ വില കുറഞ്ഞ സമയമാണ്. ഇപ്പം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് നമുക്ക് മറ്റ് കോയിൻസ് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ പറ്റും. അപ്പോൾ താങ്ക് യു. പിന്നെ പരമാവധി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇതേപോലെയുള്ള നല്ല നല്ല ആപ്പുകൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഫുൾ ട്യൂട്ടോറിയൽ.